നമസ്കാരം. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ. ഭൂഗോളത്തിലെ ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? ഉത്തര അക്ഷാംശം 8°4' മുതൽ 37°6' വരെയും കിഴക്കൻ രേഖാംശം 68°7' മുതൽ 97°25' വരെയുമാണ്. ഭൂഗോളത്തിലെ ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? ഉത്തര അക്ഷാംശം 8°4' മുതൽ 37°6' വരെയും കിഴക്കൻ രേഖാംശം 68°7' മുതൽ 97°25' വരെയുമാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം എവിടെയാണ്? ജമ്മു കാശ്മീരിലെ ഇൻഡസ് നദീ തടത്തിലെ ഇന്ദിരാ കോൾ, സിയാച്ചിൻ പ്രദേശം. ഇന്ത്യയുടെ വടക്കേ അറ്റം എവിടെയാണ്? ജമ്മു കാശ്മീരിലെ ഇൻഡസ് നദീ തടത്തിലെ ഇന്ദിരാ കോൾ, സിയാച്ചിൻ പ്രദേശം. ഇന്ത്യയുടെ തെക്കേ അറ്റം എവിടെയാണ്? ഇന്ദിരാ പോയിന്റ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയുടെ തെക്കേ അറ്റം എവിടെയാണ്? ഇന്ദിരാ പോയിന്റ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണ്? ഏകദേശം 32,87,263 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണ്? ഏകദേശം 32,87,263 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ ലോകത്തിലെ വിസ്തൃതി പ്രകാരമുള്ള സ്ഥാനം. ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യം. ഇന്ത്യയുടെ ലോകത്തിലെ വിസ്തൃതി പ്രകാരമുള്ള സ്ഥാനം. ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യം. ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം എത്രയാണ്? ഏകദേശം 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം എത്രയാണ്? ഏകദേശം 3214 കിലോമീറ്റർ. കിഴക്ക് പടിഞ്ഞാറ് നീളം എത്രയാണ്? ഏകദേശം 2933 കിലോമീറ്റർ. കിഴക്ക് പടിഞ്ഞാറ് നീളം എത്രയാണ്? ഏകദേശം 2933 കിലോമീറ്റർ. ഇന്ത്യയുടെ പ്രധാന കര അതിർത്തി എത്രയാണ്? 15,200 കിലോമീറ്റർ. ഇന്ത്യയുടെ പ്രധാന കര അതിർത്തി എത്രയാണ്? 15,200 കിലോമീറ്റർ. ഇന്ത്യയുടെ തീരരേഖയുടെ നീളം എത്രയാണ്? ഏകദേശം 7,516.6 കിലോമീറ്റർ. ഇന്ത്യയുടെ തീരരേഖയുടെ നീളം എത്രയാണ്? ഏകദേശം 7,516.6 കിലോമീറ്റർ. ഇന്ത്യയുടെ കേന്ദ്രം എവിടെയാണ്? നാഗ്പൂർ, മധ്യപ്രദേശ് അല്ലെങ്കിൽ മഹാരാഷ്ട്ര അതിർത്തി പ്രദേശം. ഇന്ത്യയുടെ കേന്ദ്രം എവിടെയാണ്? നാഗ്പൂർ. ഇന്ത്യയുടെ വടക്കൻ ഭാഗത്ത് ഏത് പർവ്വതനിരയാണ്? ഹിമാലയം. ഇന്ത്യയുടെ വടക്കൻ ഭാഗത്ത് ഏത് പർവ്വതനിരയാണ്? ഹിമാലയം. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് ഏത് സമുദ്രം സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് ഏത് സമുദ്രം സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് ഏത് ഉപസാഗരം സ്ഥിതി ചെയ്യുന്നു? ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് ഏത് ഉപസാഗരം സ്ഥിതി ചെയ്യുന്നു? ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഏത് കടൽ സ്ഥിതി ചെയ്യുന്നു? അറേബ്യൻ കടൽ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഏത് കടൽ സ്ഥിതി ചെയ്യുന്നു? അറേബ്യൻ കടൽ. 8° ചാനൽ ലക്ഷദ്വീപിനെ മാലദ്വീപുമായി വേർതിരിക്കുന്നു. 8° ചാനൽ ലക്ഷദ്വീപിനെ മാലദ്വീപുമായി വേർതിരിക്കുന്നു. 10° ചാനൽ ആൻഡമാനെയും മാലദ്വീപിനെയും വേർതിരിക്കുന്നു. 10° ചാനൽ ആൻഡമാനെയും മാലദ്വീപിനെയും വേർതിരിക്കുന്നു. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് പാക് കടലിടുക്ക്, മാന്നാർ കടലിടുക്ക്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് പാക് കടലിടുക്ക്, മാന്നാർ കടലിടുക്ക്. ആഡംസ് ബ്രിഡ്ജ് അല്ലെങ്കിൽ രാം സേതു ഏത് രാജ്യങ്ങൾക്കിടയിലാണ്? ഇന്ത്യ ശ്രീലങ്ക. ആഡംസ് ബ്രിഡ്ജ് അല്ലെങ്കിൽ രാം സേതു ഏത് രാജ്യങ്ങൾക്കിടയിലാണ്? ഇന്ത്യ ശ്രീലങ്ക. ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര സമയം മുന്നിലാണ് ഇന്ത്യൻ സമയം? 5½ മണിക്കൂർ. ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര സമയം മുന്നിലാണ് ഇന്ത്യൻ സമയം? 5½ മണിക്കൂർ. ഇന്ത്യയുടെ മാനക രേഖാംശം 82°30' പൂർവ്വ രേഖാംശം. അലഹബാദ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82°30' പൂർവ്വ രേഖാംശം. അലഹബാദ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ എത്ര? 9 രാജ്യങ്ങൾ. പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, അഫ്ഗാനിസ്ഥാൻ. POK വഴിയുള്ള അതിർത്തി ശ്രീലങ്ക, മാലദ്വീപ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ എത്ര? 9 രാജ്യങ്ങൾ. പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, മാലദ്വീപ്. ഇന്ത്യയെ എത്ര ഭാഗങ്ങളായി ഭൂമിശാസ്ത്രപരമായി വിഭജിക്കുന്നു? പ്രധാനമായും 6 ഭാഗങ്ങളായി. 1. ഹിമാലയ പ്രദേശം. 2. ഉത്തരേന്ത്യൻ സമതലം. 3. പെനിൻസുലാർ പീഠഭൂമി. 4. തീരപ്രദേശങ്ങൾ. 5. മരുഭൂമി. 6. ദ്വീപുകൾ. ഇന്ത്യയെ എത്ര ഭാഗങ്ങളായി ഭൂമിശാസ്ത്രപരമായി വിഭജിക്കുന്നു? പ്രധാനമായും 6 ഭാഗങ്ങൾ. 1. ഹിമാലയ പ്രദേശം. 2. ഉത്തരേന്ത്യൻ സമതലം. 3. പെനിൻസുലാർ പീഠഭൂമി. 4. തീരപ്രദേശങ്ങൾ. 5. മരുഭൂമി. 6. ദ്വീപുകൾ.
ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഇന്ത്യയും അയൽരാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഇന്ത്യയും അയൽരാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടുന്ന പ്രദേശം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ ഭൂഖണ്ഡ ഭാഗം ഏതാണ്? കന്യാകുമാരി. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ ഭൂഖണ്ഡ ഭാഗം ഏതാണ്? കന്യാകുമാരി. ഇന്ത്യയുടെ സെന്റർ എന്നറിയപ്പെടുന്ന പ്രദേശം നാഗ്പൂർ. ഇന്ത്യയുടെ സെന്റർ എന്നറിയപ്പെടുന്ന പ്രദേശം നാഗ്പൂർ. ഇന്ത്യ ഏത് അർദ്ധഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? വടക്കൻ അർദ്ധഗോളവും കിഴക്കൻ അർദ്ധഗോളവും. ഹിമാലയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏത്? ഹിമാലയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏത്? ഹിമാലയം. ഹിമാലയ മലനിരയുടെ 3 ഭാഗങ്ങൾ ഏവ? ഹിമാദ്രി, ഇന്നർ ഹിമാലയ, ഹിമാചൽ, മിഡിൽ ഹിമാലയ, ശിവാലിക്, ഔട്ടർ ഹിമാലയ. ഹിമാലയ മലനിരയുടെ 3 ഭാഗങ്ങൾ ഏവ? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? നേപ്പാളിൽ, ഹിമാദ്രി നിരയിൽ. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? നേപ്പാളിൽ, ഹിമാദ്രി നിരയിൽ. ഹിമാലയം ഏത് ദിശയിലായി വ്യാപിച്ചു കിടക്കുന്നു? പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ. ഹിമാലയം ഏത് ദിശയിലായി വ്യാപിച്ചു കിടക്കുന്നു? പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ. അരുണാചൽ പ്രദേശിലെ മലനിരകൾ. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടി ഏത്? കാഞ്ചൻജംഗ. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടി ഏത്? കാഞ്ചൻജംഗ. 8586 മീറ്റർ. പശ്ചിമഘട്ടം. പശ്ചിമഘട്ട് ഏത് സംസ്ഥാനങ്ങളിലൂടെയാണ് നീളുന്നത്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. പശ്ചിമഘട്ടം ഏത് സംസ്ഥാനങ്ങളിലൂടെയാണ് നീങ്ങുന്നത്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശൃംഗം ഏത്? ആനമുടി, കേരളം, 2695 മീറ്റർ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശൃംഗം ഏത്? ആനമുടി, കേരളം, 2695 മീറ്റർ. പശ്ചിമഘട്ടം മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് സഹ്യാദ്രി. പശ്ചിമഘട്ടം മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് സഹ്യാദ്രി. പൂർവഘട്ടം. പൂർവഘട്ടം ഏത് സംസ്ഥാനങ്ങളിലൂടെയാണ് നീളുന്നത്? ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. പൂർവഘട്ടം ഏത് സംസ്ഥാനങ്ങളിലൂടെയാണ് നീളുന്നത്? ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. കിഴക്കൻ ഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ജിന്ദഗഡ, ഒഡീഷ. കിഴക്കൻ ഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ജിന്ദഗഡ, ഒഡീഷ. ആരവല്ലി മലനിര. ഇന്ത്യയിലെ ഏറ്റവും പഴയ മലനിര ഏത്? ആരവല്ലി മലനിര. ഇന്ത്യയിലെ ഏറ്റവും പഴയ മലനിര ഏത്? ആരവല്ലി മലനിര. ആരവല്ലി ഏത് സംസ്ഥാനങ്ങളിലൂടെയാണ് നീളുന്നത്? രാജസ്ഥാൻ മുതൽ ഹരിയാന വരെ. ആരവല്ലി ഏത് സംസ്ഥാനങ്ങളിലൂടെയാണ് നീളുന്നത്? രാജസ്ഥാൻ മുതൽ ഹരിയാന വരെ. വിന്ധ്യ സത്പുര മലനിരകൾ. വിന്ധ്യയും സത്പുരയും തമ്മിലുള്ള പ്രദേശം അറിയപ്പെടുന്നത് നർമ്മദ നദീതടം. വിന്ധ്യയും സത്പുരയും തമ്മിലുള്ള പ്രദേശം അറിയപ്പെടുന്നത് നർമ്മദ നദീതടം. ഈ മലനിരകൾ ഏത് ഭാഗത്താണ്? മധ്യേന്ത്യ, മധ്യപ്രദേശ്. ഈ മലനിരകൾ ഏത് ഭാഗത്താണ്? മധ്യേന്ത്യ, മധ്യപ്രദേശ്. നീലഗിരി മലനിര. നീലഗിരി മലനിര എവിടെയാണ്? തമിഴ്നാട്, കേരളം, കർണാടകം അതിർത്തിയിൽ. നീലഗിരി മലനിര എവിടെയാണ്? തമിഴ്നാട്, കേരളം, കർണാടക അതിർത്തിയിൽ. നീലഗിരി മലനിരയിലെ പ്രധാന കൊടുമുടി ദോഡബെട്ട, 2637 മീറ്റർ. നീലഗിരി മലനിരയിലെ പ്രധാന കൊടുമുടി ദോഡബെട്ട, 2637 മീറ്റർ. കാർഡമം ഹിൽസ്, ഏലമല. കാർഡമം ഹിൽസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ. കാർഡമം ഹിൽസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ. മേഘാലയ പർവ്വതനിരകൾ. മേഘാലയയിലെ പ്രധാന 3 മലനിരകൾ ഏത്? ഗാരോ, ഖാസി, ജയന്തിയ. മേഘാലയയിലെ പ്രധാന 3 മലനിരകൾ ഏവ? ഗാരോ, ഖാസി, ജയന്തിയ. അതിർത്തികൾ. ഇന്ത്യയുടെ ഭൂഖണ്ഡ അതിർത്തി എത്ര കിലോമീറ്റർ ആണ്? 15106 കിലോമീറ്റർ. ഇന്ത്യയുടെ ഭൂഖണ്ഡ അതിർത്തി എത്ര കിലോമീറ്റർ ആണ്? 15106 കിലോമീറ്റർ. ഇന്ത്യയുടെ തീരരേഖയുടെ നീളം എത്ര? 7516.6 കിലോമീറ്റർ. ഭൂഖണ്ഡവും ദ്വീപുകളും ചേർത്ത് ഇന്ത്യയുടെ തീരരേഖയുടെ നീളം എത്ര? 7516.6 കിലോമീറ്റർ. ഇന്ത്യക്ക് എത്ര രാജ്യങ്ങളുമായി കര അതിർത്തിയുണ്ട്? 7 രാജ്യങ്ങൾ. ഇന്ത്യക്ക് എത്ര രാജ്യങ്ങളുമായി കര അതിർത്തിയുണ്ട്? 7 രാജ്യങ്ങൾ. പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, അഫ്ഗാനിസ്ഥാൻ.
POK വഴി. പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യക്ക് ഏറ്റവും നീളമുള്ള അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഏകദേശം 4096 കിലോമീറ്റർ. ഇന്ത്യക്ക് ഏറ്റവും നീളമുള്ള അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യക്ക് ഏറ്റവും ചെറുതായ അതിർത്തിയുള്ള രാജ്യം അഫ്ഗാനിസ്ഥാൻ. 106 കിലോമീറ്റർ. POK ഭാഗം വഴി. ഇന്ത്യക്ക് ഏറ്റവും ചെറുതായ അതിർത്തിയുള്ള രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് രേഖ, റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യ ചൈന അതിർത്തി അറിയപ്പെടുന്നത് മക്മഹൻ രേഖ. ഇന്ത്യ ചൈന അതിർത്തി അറിയപ്പെടുന്നത് മക്മഹൻ രേഖ, മക്മഹൻ ലൈൻ. ഇന്ത്യയുടെ വടക്കേ അറ്റം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്ക്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്ക്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഇന്ദിര പോയിന്റ്, നിക്കോബാർ ദ്വീപിൽ. ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഇന്ദിര പോയിന്റ്, നിക്കോബാർ ദ്വീപിൽ. ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള അതിർത്തി വരുന്ന സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്. ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള അതിർത്തി വരുന്ന സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി വരുന്ന സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ, ആസം, മേഘാലയ, മിസോറാം, ത്രിപുര. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി വരുന്ന സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ, ആസം, മേഘാലയ, മിസോറാം, ത്രിപുര. ഇന്ത്യയും ചൈനയും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്. ഇന്ത്യയും ചൈനയും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്. ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീർ, ലഡാക്ക്, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്. ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീർ, ലഡാക്ക്, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്. റാഡ്ക്ലിഫ് രേഖ, റാഡ്ക്ലിഫ് ലൈൻ 1947 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വരച്ച രേഖ. റാഡ്ക്ലിഫ് രേഖ, റാഡ്ക്ലിഫ് ലൈൻ 1947 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വരച്ച രേഖ. രൂപം നൽകിയത് സർ സിറിൽ റാഡ്ക്ലിഫ്. നീളം ഏകദേശം 2912 കിലോമീറ്റർ. മക്മഹൻ രേഖ, മക്മഹൻ ലൈൻ ഇന്ത്യയും ചൈനയും തിബറ്റ് തമ്മിലുള്ള അതിർത്തി രേഖ. മക്മഹൻ രേഖ ഇന്ത്യയും ചൈനയും തിബറ്റ് തമ്മിലുള്ള അതിർത്തി രേഖ. കരാറിൽ ഒപ്പുവെച്ചത് 1914. സിംല കരാർ. കരാറിൽ ഒപ്പുവെച്ചത് 1914 സിംല കരാർ. നീളം ഏകദേശം 890 കിലോമീറ്റർ. നീളം ഏകദേശം 890 കിലോമീറ്റർ. ബംഗ്ലാദേശ് 4096, പശ്ചിമ ബംഗാൾ, ആസം, മേഘാലയ, മിസോറാം, ത്രിപുര. ചൈന 3488, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്. പാകിസ്ഥാൻ 3323, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്. നേപ്പാൾ 1751, സിക്കിം, ബീഹാർ, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ. മ്യാൻമർ 1643, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്. ഭൂട്ടാൻ 699, സിക്കിം, അരുണാചൽ പ്രദേശ്, പശ്ചിമ ബംഗാൾ, ആസം. അഫ്ഗാനിസ്ഥാൻ 106, POK വഴി നിയന്ത്രണാതീത പ്രദേശം. ഇന്ത്യയുടെ അതിർത്തി ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയുടെ അതിർത്തി ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ലൈൻ ഓഫ് കൺട്രോൾ, LOC ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കശ്മീർ പ്രദേശത്ത്. ലൈൻ ഓഫ് കൺട്രോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കാശ്മീർ പ്രദേശത്ത്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, LAC ഇന്ത്യയും ചൈനയും തമ്മിൽ. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ. ഇന്റർനാഷണൽ ബോർഡർ, IB പാകിസ്ഥാനുമായുള്ള ഔദ്യോഗിക അതിർത്തി ഭാഗം. ഇന്റർനാഷണൽ ബോർഡർ പാകിസ്ഥാനുമായുള്ള ഔദ്യോഗിക അതിർത്തി ഭാഗം. താങ്ക് യു.